സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭുവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തെ 42 ദശകം കഴിഞ്ഞിരിക്കുന്നു. ശകടാസുരവധാണ് പറഞ്ഞു വെച്ചത്. ഇനി അടുത്തത് തൃണാവർത്തൻ്റെ വരവാണ്. വസന്തതിലകമാണ് വൃത്തം. വസന്തതിലകം അതുപോലെ തന്നെയോ വരികൾ. വസന്തതിലകം ത്വമേകദാ ഗുരുമരുപുരനാഥവോടും ഗാഢാതിരൂഢഗരിമാണമവാരയന്തി മാതാനിധായ ശയനേ കിമിദം പതേതി ധ്യായന്ത ചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. ഏ ഗുരുമരുപുരനാഥ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഏ കഥ മാതാ ഗാഢാതിരൂഢഗിരിമാണം അപാരയന്തി. അങ്ങേ കുട്ടിയാണല്ലോ, കുട്ടിയെ കയ്യിൽ ഏറ്റാൻ വിഷമിക്കുന്നവളായിട്ട്. എന്തോ കുട്ടിക്ക് ഇങ്ങനെ കനം തോന്നുക. സാധാരണ നമ്മൾ പറയുക കുട്ടിക്ക് വല്ല അസുഖമോ പനിയോ ദൃഷ്ടിബാധ ഉണ്ടെങ്കിലാണ് കുട്ടിക്ക് കനം ഇങ്ങനെ തൂങ്ങണ പോലെ അധികം തോന്നും. കനം കൂടല്ല സത്യത്തിൽ. അതെന്താണ് അതിൻ്റെ ശാസ്ത്രം? കുട്ടി ഇങ്ങനെ തൂങ്ങണ പോലെ എന്നാണ്. നേരെ ഇരിക്കില്ല, സ്വന്തം ശക്തിയിലിരിക്കില്ല. അപ്പോൾ തൂങ്ങണം. ആ കനം കൂടി നമുക്ക് അധികമാവും. മറ്റേ സ്വന്തം ശക്തിയിലൊരു ഇരുത്തുണ്ട്. നോർമൽ രീതിയിൽ സന്തോഷമായിട്ടാണ് കുട്ടി ഇരിക്കുന്നത്. കുട്ടിക്കൊരു ശക്തിയുണ്ട് അല്ലേ? പിടിച്ചിരിക്കാനൊരു ശക്തി കുട്ടിക്ക് ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ അതുണ്ടാവില്ല, നമുക്കും ഉണ്ടാവില്ല. നടക്കാൻ വയ്യാണ്ട് തല ചുറ്റി വീഴാൻ പോവുക, കിടക്കണം തോന്നുക, നിൽക്കാൻ വയ്യാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെയാണ് ഈ കനം കൂടുക എന്ന പ്രതിഭാസം. അപ്പം നമ്മൾ പറയും കുട്ടിക്ക് ദൃഷ്ടി ബാധിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവും എന്നൊക്കെ. ഗാഢാതിരൂഢഗരിമാണം അപാരയന്തി. ഈ കുട്ടിയുടെ കനം സഹിക്കുന്നതിൽ അശക്തയായിട്ട് യശോദ ഇതെന്താ അപ്പം ഇതിങ്ങനെ എന്ന് ചിന്തിച്ച് എന്ത് ചെയ്തു? ഈശ്വരനെ മനസ്സിൽ കരുതി. മാതാ നിധായ ശയനേ, അങ്ങേ ഒന്നങ്ങനെ കിടത്തി. വയ്യ തോന്നുന്നുണ്ട് അതിന്, എന്നത്തിരി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? മാതാ നിധായ ശയനേ, ആ അമ്മ ആ കുട്ടി ഒന്നങ്ങനെ കിടത്തി, സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ. കിമിതമ്പത, ഇതെന്തേ ഇങ്ങനെ വരാൻ എന്ന് ചിന്തിച്ച് ലേശം ഒന്നങ്ങനെ അസ്വസ്ഥയാവുകയും ചെയ്തു. എന്തേ പവന് പറ്റിയത് നമ്മൾ ചിന്തിക്കുമല്ലോ. കുട്ടിക്ക് വയ്യാണ്ടായ ധ്യായന്തചഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്ക. മനസ്സിൽ ചെറിയ ആശങ്കയോടുകൂടി ഗൃഹജോലികളിൽ ഏർപ്പെടുകയും ചെയ്തു. ത്വമേകദാ ഗുരുമരുപുരനാഥവോടും ഗാഢാതിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ, അങ്ങേ ശയനത്തിൽ കിടത്തി. കിമിതം, ഇതെന്തുകൊണ്ടാണ് ഇപ്രകാരം ചിന്തിച്ച് ധ്യായന്തചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്കാം, ഗൃഹജോലികളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇത് എന്തിനാണ് ഈ കനം കൂട്ടൽ ഭഗവാൻ സ്വയം സൃഷ്ടിച്ചത്? കാരണം ഈ തൃണാവർത്തൻ കൊടുങ്കാറ്റായിട്ട് വരുന്നുണ്ട്. അത് ഭഗവാൻ അറിയാം. ഭൂതവും ഭവ്യവും വർത്തമാനവും അറിയുന്ന ആളല്ലേ ഭഗവാൻ. അവൻ വരുമ്പോൾ ഇനി എന്താണ് ഉപായം കൊല്ലാൻ ഇപ്പം തന്നെ ഭഗവാൻ പ്ലാനിട്ടിരിക്കണം. ആകാശത്തേക്ക് അടിച്ചടിച്ചടിച്ച് ഉയർന്ന് മൊത്തം പ്രശ്നം ഉണ്ടാക്കുക. അതാണല്ലോ ഈ കാറ്റിൻ്റെ ഒരു സമ്പ്രദായം. ഇപ്പം ഏതൊക്കെ തരത്തിലാണ് കൊടുങ്കാറ്റുകൾക്ക് പേരിടണത് എന്നാലോചിച്ചാൽ ആരാ കണ്ടുപിടിച്ച് വെച്ചാൽ അവൻ്റെ പേരിടത്രേ കൊടുങ്കാറ്റിന്. അതിന് സമ്പ്രദായമുണ്ട്. നീലി, പീലി, ഓരോ കൊടുങ്കാറ്റുകളൊക്കെ കാണാം വാർത്തയിലും ന്യൂസിലൊക്കെ അല്ലേ. അപ്പോൾ ആ കൊടുങ്കാറ്റ് അനവധി ദ്രോഹങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്യുക. വീട് പോയി, അത് പോയി, ഇത് പോയി, വെള്ളപ്പൊക്കം ഉണ്ടാവും, ഇടയ്ക്ക് മരണം ഉണ്ടാവും, മഴയുണ്ടാവും. ആ കൊടുങ്കാറ്റിന് അനുബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവൻ അപ്പോൾ കൃഷ്ണനെ
ആകാശത്തേക്ക് അങ്ങോട്ട് ഉയർത്തുക. എന്നിട്ട് കീഴ്പ്പെട്ടുണ്ടിടുക. പിന്നെ ഉണ്ടാവും കുട്ടി ബാക്കി ഉണ്ടാവും. കുറേ പേരത്തിനോട് വീണാൽ അങ്ങനെയാണ് അവൻ വിചാരിച്ചത്. ഇത് ഭഗവാൻ നേരത്തെ കണ്ടു. തന്നെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ ആര് പെടും? അമ്മയും പെടും. അമ്മയുടെ മടിയിലാണ് താൻ ഇരിക്കണതെങ്കിൽ ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ അമ്മ ആകാശത്തേക്ക് ഉയർന്നാൽ അമ്മ ആകെ ഭയപ്പെടും അല്ലേ? അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? തന്നെ അവിടെ വെക്കണം. അമ്മയെ തൃണാവർത്തം വരുന്നുണ്ട്, എന്നെ ഇവിടെ വെച്ചോളൂ എന്ന് പറയാൻ പറ്റുമോ ഒരു ചെറിയ കുട്ടിക്ക്? അതപ്പോൾ പറഞ്ഞാൽ ആകെ പ്രശ്നമായില്ലേ? കുട്ടിക്കൊക്കെ അറിവുണ്ട്, ഇത് കുട്ടി ചെറിയ കുട്ടിയല്ല എന്നൊക്കെ മനസ്സിലാക്കും യശോദ. അതിപ്പോൾ മനസ്സിലാക്കിയ രസമില്ല. അപ്പം എന്നാൽ നിലത്ത് വെപ്പിക്കും വേണം. അതിനെന്താ വഴി? കനാണ്ട് കൂടനെ. അപ്പം നിലത്ത് വയ്ക്കുന്ന ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഗാഢാതിരൂഢഗരിമാണമപാരയന്തി, കനാണ്ട് കൂട്ടി തന്നെ അവിടെ വെപ്പിച്ചത്. ഇത് തൃണാവർത്തൻ്റെ വരവാണ്. താവത് വിദൂരമുപകർണിതഘോരഘോഷ വാദൃംബിവാംസുപടലി പരിപൂരിദാശ വാത്യാപുസ്സകില ദൈത്യപരം തൃണാവർത്താഖ്യോ ജഹാരജനമാനസഹാരിണം ത്വാം. ഗംഭീരമായിട്ടുള്ള ശബ്ദകോലാഹലങ്ങളോട് കൂടിയിട്ട് ആ കാറ്റ് വന്നു. വിദൂരമുപകർണിത ഘോരഘോഷം, ശബ്ദം ഉണ്ടാവില്ലേ? കാറ്റ് വല്ലാതെ വീശുമ്പോൾ പൂണൊരു ശബ്ദം, ആ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് കാറ്റിൻ്റെ വരവ്. അതിൽ പല വീടുകളും പറന്നുപോയി, മേൽക്കൂരകൾ, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ മാതിരി ഒരു ഗംഭീര കാറ്റാണ് വരുന്നത്. എല്ലാവരും ഭയന്നു. ഇതികരപവന ചക്രപാംസോ വർഷേ സുതപദവീമബലാവിലക്ഷ്യമാതാം അതികരുണമനുസ്മരൻ ദശോചത് ഭുവിപതിത മൃതവത്സക യഥാഗൗ. പേടിച്ച് അതികരുണമനുസ്മരൻ, എവിടെയാ കുട്ടി എന്നൊക്കെ മനസ്സിലങ്ങനെ ചിന്തിച്ച് സുതപദവീം അബലാം, ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും എൻ്റെ ഭഗവാനെ? ഈ കാറ്റിൽ കുട്ടി പെട്ടാൽ ബാക്കിയുണ്ടാവുമോ? പ്രകാരം ചിന്തിച്ച് മോഹാലസ്യപ്പെട്ട് താഴ്ത്താണ്ട് വീണു. ഭുവിപതിത മൃതവത്സക യഥാ ഗൗ. കുട്ടി മരിച്ചാൽ പശു, അമ്മയായ പശു എത്രമാത്രം ദുഃഖിക്കില്ല, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അത് കുട്ടി മരിച്ചു കഴിഞ്ഞത് ഉണ്ടാവില്ല എന്ന് അതിനറിയാം, വേറെ അറിവൊന്നുമില്ലെങ്കിലും. അങ്ങനെ കരയണ പോലെ ഉപമേണ. ഭുവിപതിത മൃതവത്സക, കുട്ടി മരിച്ച പശുവിനെ പോലെ ആ അമ്മ ദുഃഖിച്ചു. രുരുതൻ അനുപലഭ്യനന്ദസൂനം പവന ഉപാരതമാംസുവർഷവേഗേ. വളരെ ഗംഭീരമായിട്ടുള്ള ആ കൊടുങ്കാറ്റിൻ്റെ ശബ്ദങ്ങൾ അങ്ങനെ കേട്ടു. പേടിച്ച് യശോദ മോഹാലസ്യപ്പെട്ട് ഉണ്ണി 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 എന്നിങ്ങനെ ആ വിളി അവിടെ ഇങ്ങനെ അലയടിച്ചു. ഉറക്കം വിളിക്കുമ്പോൾ അത് എവിടെയെങ്കിലും തട്ടി പ്രതിധ്വനിച്ച് ഇങ്ങോട്ട് കേൾക്കാല്ലേ? ഉണ്ണി 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 ഇതിലുള്ള ആ വിളി ഇങ്ങനെ പ്രതിധ്വനിയായിട്ട് കേൾക്കാമായിരുന്നു. അങ്ങനെ ഭഗവാൻ തൃണാവർത്തൻ അങ്ങനെ അങ്ങോട്ട് എടുത്തു. തൃണാവർത്തൻ ഭഗവാനെ എടുത്ത് ആകാശത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ്. തമസ്മാനം മന്യമാന ആത്മനോ ഗുരുമത്തയ ഗളേ രഹിത ഉത്സ്രഷ്ടും നാശക്നോദത്ബുധാർപ്പകം. ആ കുട്ടിയുടെ ഖനം താങ്ങാനുണ്ടോ തൃണാവർത്തന് കഴിയണു? വല്ലാത്ത ഖനം അനുഭവപ്പെട്ട് അവൻ കിടന്ന് പടയാൻ തുടങ്ങി. ആകാശത്തേക്ക് ഉയരും ചെയ്തു. കുട്ടിയുടെ കനോട്ട് സഹിക്കണമില്ല. സ്വസ്വരൂപം കാണിച്ചു. ആ ഭഗവാൻ എന്ത് ചെയ്തു? കഴുത്തിൽ കൊണ്ട് പിടിച്ചു, ഒരൊറ്റ പിടുത്തം. കഴുത്തിൽ പിടിക്കേണ്ട പോലെ പിടിച്ചാൽ ആരെയും കൊല്ലാട്ടോ, ആരും പരീക്ഷ നോക്കണ്ടേ. കഴുത്തിൽ ആ 2 ഞരമ്പുണ്ടല്ലോ, ഏതാണെന്ന് ഞാൻ പറയണില്ല. വേണ്ട പോലെ അങ്ങോട്ട് പിടിച്ചാൽ 2 മിനിറ്റ് മതി ഇത്ര ഒരാളെ കൊല്ലാൻ. ആയുധവും വേണ്ട, തോക്കും വേണ്ട, ഗുളികയും വേണ്ട, ഒന്നും വേണ്ട, പിടിക്കാൻ അറിയേണ്ട പോലെ പിടിച്ചാൽ. അപ്പം അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ടാവണം? ആ കഴുത്തിലുണ്ട് പിടിച്ചു എന്നാണ്. അതോടുകൂടിയിട്ട് പ്രാണനിലേക്ക് പിന്നെ ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? താഴത്തേക്ക് വീണു തൃണാവർത്തൻ വലിയ ശരീരത്തെ സ്വീകരിച്ചിട്ട്. അസുരൻ്റെ യഥാർത്ഥ സ്വരൂപം ഇങ്ങോട്ട് കാണിച്ചു. താഴത്തേക്ക് വീണു. അവ്യക്തരാവോ നപതൽ സഹബാലോ വ്യസുരോ രജേ. വലിയ ശരീരത്തെ സ്വീകരിച്ച് താഴത്തേക്ക് വീണു.
ജനമാനസകാരിണം ത്വാന്ന് ഇവിടെ പറഞ്ഞു. എല്ലാവരെയും ഹരിക്കാൻ കഴിവുണ്ട് ഭഗവാന്. എന്ത് നിലയ്ക്ക് ഹാരം എന്നുള്ള വാക്കിനെ എടുക്കുക, ഹരിക്കുക, കൊല്ലുക എന്ന് കൊടുക്കുക. ഹരിക്കുക എന്ന് പറഞ്ഞാലേ ആകർഷിക്കുക എന്നുള്ള വാക്ക് കൊടുക്കുക. എല്ലാവരെയും ഹരിക്കാൻ കഴിവുള്ള അങ്ങേ ഈ തൃണാവർത്തൻ ഹരിക്കാൻ ധൈര്യം കാണിച്ചു. അവൻ്റെ വിട്ടിത്തെന്ന് മാത്രമേ പറയുള്ളൂ, ധൈര്യം എന്ന് പറയാൻ പറ്റൂ. ആകാശത്തേക്കാണ്ട് ഉയർത്തി. അങ്ങനെ യശോദ ഉറക്ക നിലവിളിച്ചു, അയ്യോ ഉണ്ണി, അയ്യോ ഉണ്ണി, ഉണ്ണി എവിടെയാ, ഉണ്ണി ഉണ്ണി എന്നും പറഞ്ഞ് കരഞ്ഞ് ആ അമ്മയുടെ കരച്ചിൽ ആ ഗോകുലം മുഴുവൻ അങ്ങനെ വ്യാപിച്ച് കേൾക്കാമായിരുന്നു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.